ഹലോ ടു ഓൾ, എല്ലാവർക്കും ദ ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിലെ ഒരു കിഡിലം ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഒരു കളർ തീമാണ്. അതിൻ്റെ കൂടെ ഒരു കിഡിലൻ പ്ലാനിങ്ങും അതുപോലെ തന്നെ മികച്ച ഇൻറ്റീരിയർ ഡിസൈനിങ്ങും. ഇവ മൂന്നും കൂടി ചേർന്നപ്പോൾ ഒരു കിഡിലൻ വീടായി എന്ന് പറയേണ്ട കാര്യം തന്നെയാണ്. ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നുമാണ് കേട്ടോ. 2800 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ ഒരു വീടിന്റെ ഓണേഴ്സ് ഹബീബ് ആൻഡ് സാലിമിയാണ്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ. ആന്ധ്ര സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ചേർത്തുകൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഒരു കുഷൻ കൊടുത്ത് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയയും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഷൂ റാക്കും കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സിറ്റിംഗ് ഏരിയയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ മുതൽ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് പ്ലൈവുഡാണ്. മൾട്ടിവുഡ് ലാമിനേഷൻ ചെയ്തുകൊണ്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കിനും വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് തന്നെയാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയാൽ ഒരുപാട് അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് കളർ തീമും അതുപോലെ തന്നെ വീടിന്റെ പ്ലാനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട്ടില് ലിവിംഗ് ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഭാഗത്തായിട്ടാണ്. നോർമലി നമ്മൾ കാണുന്നത് ലിവിംഗ് റൂം ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഒരു കോർണർ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു കോർട്ട്യാർഡ് കാണുന്നത് പോലെയാണ് ഇവിടെ ലിവിംഗ് ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ചുറ്റുഭാഗങ്ങളിലൂടെയാണ് ഒരു പാസേജ് കൊടുത്തിട്ടുള്ളത്. അത് റൂമിലേക്കാണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിലേക്കാണെങ്കിലും ഇനിയിപ്പം സ്റ്റെയർ കയറുകയാണെങ്കിലൊക്കെ ഒരു പാസേജ് പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോട്ടോ ഫ്രെയിമൊക്കെ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതായത് വീടിൻ്റെ വാളിൽ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ്, നമ്മൾ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഒറിജിനലാന്ന് തോന്നും, എന്നാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഫോട്ടോ ഫ്രെയിമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഈ ഒരു ഹോം ടൂർ കാണുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ കളർ തീം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആയിരിക്കും എവിടെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് വീട്ടിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് മാത്രമല്ല, ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സെയിം കളർ എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആയിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കളർ തീം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. എവിടെ നോക്കുകയാണെങ്കിൽ പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ്, വേറെ ഒന്നും നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നില്ല. ഡൈനിങ് ഏരിയയോട് കൂടി ചേർന്നിട്ട് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തതും നിങ്ങൾക്ക് കാണാം. ഓപ്പൺ കിച്ചൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഒരു അടിപൊളി ഓപ്പൺ കിച്ചണും കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ചിലപ്പോൾ പിങ്കിന് പകരം ലൈറ്റ് ഓറഞ്ച് ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്, പക്ഷേ
ഒറിജിനൽ പിങ്ക്, ലൈറ്റ് പിങ്കും അതുപോലെ ഓഫ് വൈറ്റാണ് കളർ തീം. അത് ചിലപ്പോൾ ലൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാവുമായിരിക്കും. അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ വന്നതോ അല്ലെങ്കിൽ ക്യാമറയിൽ അങ്ങനെ കിട്ടിയതോ ആയിരിക്കാം. പക്ഷേ പിങ്ക് ആണ് കേട്ടോ കളർ തീം. ഇനി നമ്മൾ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഓപ്പൺ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ കിച്ചണിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലും ഓപ്പൺ കിച്ചണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയുടെ കൗണ്ടർ ടോപ്പിലും യൂസ് ചെയ്ത മെറ്റീരിയൽ പ്ലൈവുഡിൽ വൈറ്റ് പെയിന്റ് അടിച്ച ഗ്ലാസ് ആണ്. വളരെ മനോഹരമായിട്ടൊരു ക്രോസറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ് നോക്കുകയാണെങ്കിൽ കിച്ചൺ കബോർഡിൽ ചൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തതാണ്. ഒരു സ്റ്റോർ റൂം കൊടുക്കുന്നതിന് പകരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഓപ്പൺ കിച്ചൺ മനോഹരമാക്കിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനോട് ചേർന്നിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്യണം കേട്ടോ. ഈ ഒരു വീട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും അനാവശ്യമായിട്ട് സ്പേസ് കളഞ്ഞിട്ടില്ല എന്നതാണ്. ഒരു ഫാമിലിക്ക് വേണ്ട ഒരു വീടിൻ്റെ മാക്സിമം വലുപ്പം ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് അനാവശ്യമായിട്ട് കൊടുക്കുന്നതിന് പകരം എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഒരു വീടിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഹൈലൈറ്റും. ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മുകളിൽ. 4 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ വാളിലായിട്ട് മനോഹരമായ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് വർക്കും വാർഡ്രോബ്സും നല്ലൊരു ബെഡ്റൂമിനിണങ്ങിയ ഇൻറ്റീരിയർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെയും ഇൻറ്റീരിയർ ഡിസൈൻ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ്. കളർ തീം പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് ബെഡ്റൂം ആണെങ്കിലും ഇനിയിപ്പോൾ ബാത്റൂം ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സെയിം മോഡലിന് പകരം ഡിഫറെൻറ്റ് മോഡൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് പ്രയർ റൂം കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ സ്റ്റെയറിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെയറിൽ ചൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിൽ സ്റ്റീലാണ്. അതുപോലെ തന്നെ സ്റ്റെയർ വാൾ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വാൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാമിലി ലിവിംഗ് റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ TV യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കളർ തീം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് കളർ തീം ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളർ തീം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ സീലിംഗ് ലൈറ്റ്സും അതുപോലെ തന്നെ വാർഡ്രോബ്സും എല്ലാം കൊണ്ട് മനോഹരമാക്കിയ ബെഡ്റൂമാണ്.
മുകളിലെ ഫാമിലി ലിവിംഗ് ഏരിയയും അതുപോലെ 2 ബെഡ്റൂമും കഴിഞ്ഞാൽ പിന്നെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിക്കാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ, അതായത് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.